നമ്മളിനി പഠിക്കാൻ പോകുന്നത് GNF ആണ്. GNF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിബാച്ച് നോർമൽ ഫോം ആണ്. ഒരു ഗ്രാമർ GNFലാണെന്ന് പറയണമെങ്കിൽ ഒരു A ടെൻസ് ടു സ്മോൾ എ, അതായത് ഈ ഫസ്റ്റ് ഇക്വേഷൻ നോക്കൂ, A ടെൻസ് ടു സ്മോൾ എ. നമ്മളുടെ പ്രൊഡക്ഷൻ ഒന്നെങ്കിൽ നോൺ ടെർമിനൽ ടെൻസ് ടു എ ടെർമിനൽ, അല്ലെങ്കിൽ നോൺ ടെർമിനൽ ടെൻസ് ടു എ ടെർമിനൽ ഫോളോഡ് ബൈ സ്ട്രിങ് ഓഫ് ടെർമിനൽസ് ഓർ നോൺ ടെർമിനൽസ്. ആ ഒരു ഫോമാറ്റിലായിരിക്കണം. അതായത് ക്യാപിറ്റൽ എ ടെൻസ് ടു സ്മോൾ എ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ടെൻസ് ടു സ്മോൾ എ, അല്ലെങ്കിൽ സ്മോൾ ബി ഫോളോഡ് ബൈ അതിനുശേഷം നമുക്ക് എന്താ പറയുക, ഈ ക്യാപിറ്റൽ ബിയോ സ്മോൾ ബിയോ അതിൻ്റെ മിക്സായിട്ട് എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ ആദ്യമേ സ്റ്റാർട്ടിംഗ് ആയിട്ട് കിടക്കുന്നത് ടെർമിനൽ തന്നെ ആയിരിക്കണമെന്നാണ്. ഒരു ഗ്രാമറിനെ, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ നമ്മൾ ഗ്രിബാച്ച് നോർമൽ ഫോമിലോട്ട് ആക്കണമെങ്കിൽ, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ നമ്മൾ GNFലോട്ട് ആക്കണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രൊഡക്ഷൻ ഷുഡ് ബി ഓൺ CNF. അതായത് നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ CNFലായിരിക്കണം. നമുക്ക് ഒരു സെറ്റ് പ്രൊഡക്ഷൻസ് തന്നു, എന്നിട്ട് ഇതിനെ GNFലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുക. ആ സമയം നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻസ് എല്ലാം CNF, അതായത് ചോംസ്കി നോർമൽ ഫോമിലാണോ എന്ന് നോക്കണം. ചോംസ്കി നോർമൽ ഫോമിലല്ല തന്നിരിക്കുന്ന ഗ്രാമറെങ്കിൽ നമ്മൾ അതിനെ ആദ്യമേ CNFലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ് റീപ്ലേസ് നോൺ ടെർമിനൽ വിത്ത് ന്യൂമറിക് വേരിയബിൾസ് ഇൻ അസെൻഡിങ് ഓർഡർ ഇൻ വിച്ച് ദേ അപ്പിയർ. അതായത് ഇപ്പം A ടെൻസ് ടു BC എന്നാണ് നമ്മുടെ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിനകത്തുള്ള ആൽഫബറ്റ്സിനെ നമ്മൾ അതിനകത്ത് തന്നിരിക്കുന്ന അതിൻ്റെ ആ ഓർഡറിൽ തന്നെ നമ്മൾ എന്താ പറയുക, ന്യൂമറിക്കൽ വേരിയബിൾസ് വിത്ത് വാല്യൂസ് നമ്മളതിന് കൊടുക്കണം. അതായത് A ടെൻസ് ടു BCക്കകത്ത് നോൺ ടെർമിനൽസിന് വേണം നമ്മൾ ആ വാല്യൂസ് കൊടുക്കാൻ, ടെർമിനൽസിന് അങ്ങനെ കൊടുക്കരുത്. അപ്പം A ടെൻസ് ടു BCക്കകത്ത് Aക്ക് നമ്മൾ A1 എന്നും Bക്ക് നമ്മൾ A2 എന്നും Cക്ക് നമ്മൾ A3 എന്നും പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് ഈ A ടെൻസ് ടു BCനെ നമ്മൾ മാറ്റി എഴുതും. ഈ ഫോമിൽ A1 ടെൻസ് ടു A2 A3 ഈ ഒരു ഫോമാറ്റിലോട്ട് നമ്മൾ മാറ്റി എഴുതും. അതിനുശേഷം നമ്മൾ AIയും AJയും കൺസിഡർ ചെയ്യണം. A എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ ആണ് AI. AJ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെൻസ് ടു പ്രൊഡക്ഷൻ എഴുതുന്ന ആ ഫസ്റ്റ് എലമെൻ്റ് ആണ് AJ. എന്നിട്ട് നമ്മൾ ഈ AIയും AJയും കൺസിഡർ ചെയ്യും, അതായത് അതിനെ തമ്മിൽ കമ്പയർ ചെയ്യും. ഈ AIയും AJയും ഈ 3 സ്റ്റെപ്പ് നോക്ക്. AIയും AJയും ഈക്വൽ ആണെങ്കിൽ അവിടെ ലെഫ്റ്റ് റിക്കേർഷൻ ആയിരിക്കും. AI ലെസ് ദാൻ AJ ആണെങ്കിൽ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യും. AI ഗ്രേറ്റർ ദാൻ AJ ആണെങ്കിൽ അവിടെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് വാല്യൂസ്, അതായത് ഇപ്പം A1 ടെൻസ് ടു A2 A3 അങ്ങനല്ലേ. അപ്പം ഇതിനകത്ത് A2 ടെൻസ് ടു A1 ആയിരുന്നെങ്കിൽ A1 അല്ലേ A2നേക്കാളും ഗ്രേറ്റർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും, ഈ A1ന് നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കും. അതേ ടെൻസ് ടു എന്ന് പറഞ്ഞ് താഴെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു വാല്യൂ എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അതിനു മുന്നേ ലെഫ്റ്റ് റിക്കേർഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. റിക്കേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 3 തരത്തിലുള്ള റിക്കേർഷനാണുള്ളത്. നോർമൽ റിക്കേർഷൻ, ലെഫ്റ്റ് റിക്കേർഷൻ, റൈറ്റ് റിക്കേർഷൻ. നോർമൽ റിക്കേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ CNFനകത്ത് പറഞ്ഞതാണ് നോർമൽ റിക്കേർഷൻ. S ടെൻസ് ടു ASB. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നോർമൽ റിക്കേർഷൻ വരുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് 2 നോൺ ടെർമിനൽസിന് നടുക്കായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സാധനം, അതായത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നോൺ ടെർമിനൽ ഈ 2 നോൺ ടെർമിനൽസിനെ നടുക്കായിട്ട് വരുന്നതാണ് നോർമൽ റിക്കേർഷൻ. ലെഫ്റ്റ് റിക്കേർഷനാണ് അടുത്തത്. ലെഫ്റ്റ് റിക്കേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൈറ്റ് സൈഡ് S ടെൻസ് ടു SA, അപ്പോഴത്തേക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന അതേ ആൾ തന്നെയാണ് റൈറ്റ് സൈഡിലും ഫസ്റ്റിലേക്ക് കിടക്കുന്നത്. അതിനെയാണ് ലെഫ്റ്റ് റിക്കേർഷൻ എന്നും പറയുന്നത്. റൈറ്റ് റിക്കേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആൾ റൈറ്റ് സൈഡിൽ ഏറ്റവും റൈറ്റിലായിട്ട് കിടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ റൈറ്റ് റിക്കേർഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ലെഫ്റ്റ് റിക്കേർഷൻ എങ്ങനെയാണെന്നാണ്. നമ്മുടെ ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് റിക്കേർഷൻ റിമൂവ് ചെയ്യുകയാണ്. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ ഇങ്ങനെയാണ്. A ടെൻസ് ടു ക്യാപിറ്റൽ A സ്മോൾ a / B ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ തന്നിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ക്യാപിറ്റൽ A ടെൻസ് ടു ക്യാപിറ്റൽ A സ്മോൾ a, അപ്പോഴത്തേക്ക് ഇവിടെ ലെഫ്റ്റ് റിക്കേർഷനാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ക്യാപിറ്റൽ A ടെൻസ് ടു രണ്ടാമത്തെ നമ്മുടെ പ്രൊഡക്ഷൻ എടുത്ത് ആദ്യമേ എഴുതിയതിന് ശേഷം A' ഡാഷോ ഇസഡോ എന്ന് പറഞ്ഞിട്ട് ഒരു നോൺ ടെർമിനൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അവിടെ കൊടുക്കും. അപ്പം A ടെൻസ് ടു B
എ ഡാഷ് എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് ഈ എ ഡാഷിനെ നമ്മൾ അടുത്തതായിട്ട് ഡിഫൈൻ ചെയ്യണം. എ ഡാഷിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എ ഡാഷ് ടെൻസ് ടു, അതായത് നമ്മുടെ മുകളിൽ നമ്മൾ എടുക്കാതെ ഇട്ടിരുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, ക്യാപിറ്റൽ എ സ്മോൾ എ, അതിനകത്തുള്ള ക്യാപിറ്റൽ എ മാറ്റിയിട്ട് സ്മോൾ എ ആദ്യമേ നമ്മൾ എഴുതും. അതിനുശേഷം അതിൻ്റെ കൂടെയായിട്ട് ഈ എ ഡാഷ് വീണ്ടും എഴുതും /എപ്സിലോൺ. ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്യുന്നത്. ഇത് പഠിച്ചു വെക്കുക. എ ടെൻസ് ടു ക്യാപിറ്റൽ എ സ്മോൾ എ /b വരുമ്പോഴത്തേക്ക് എ ടെൻസ് ടു ക്യാപിറ്റൽ ആദ്യത്തെ ലെഫ്റ്റ് റിക്കർഷൻ വരാത്ത പ്രൊഡക്ഷൻ എടുത്ത് ആദ്യമേ എഴുതുക. അതിനുശേഷം പുതിയൊരു നോൺ ടെർമിനൽ കൊടുക്കുക. ആ നോൺ ടെർമിനൽ വെച്ച് നമ്മൾ ആദ്യത്തെ പ്രൊഡക്ഷൻ എഴുതുക. രണ്ടാമത്തെ പ്രൊഡക്ഷൻ നമ്മൾ പുതുതായിട്ട് കൊടുത്ത നോൺ ടെർമിനലിനെ ഡിഫൈൻ ചെയ്യാനാണ്. അതിന് വേണ്ടിയിട്ട് നേരത്തെ ലെഫ്റ്റ് റിക്കർഷൻ കിടന്ന ആ ഒരു പ്രൊഡക്ഷൻ എടുത്ത് എഴുതുക. അതിനകത്ത് ഫസ്റ്റിലെ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ മാറ്റിയിട്ട് ബാലൻസ് വാല്യൂസ് എഴുതിയതിന് ശേഷം നമ്മൾ പുതുതായിട്ട് കൊടുത്ത പ്രൊഡക്ഷൻ്റെ ആ നോൺ ടെർമിനൽ എടുത്ത് ലാസ്റ്റ് എഴുതുക. എഴുതിയതിന് ശേഷം ഒരു എപ്സിലോണും കൂടെ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം ലെഫ്റ്റ് റിക്കർഷൻ്റെ. അപ്പം ഇതിനകത്ത് എ ടെൻസ് ടു ക്യാപിറ്റൽ എ ബി ഡി /ക്യാപിറ്റൽ എ സ്മോൾ എ /a. ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഈ എ ടെൻസ് ടു ക്യാപിറ്റൽ എ ബി ഡി എന്ന് പറഞ്ഞ് കിടക്കുവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാപിറ്റൽ എ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പം നമ്മൾ ഫസ്റ്റിലെ ഈ എക്ക് പകരം നമ്മൾ എന്താ ചെയ്യുക, ഈ ക്യാപിറ്റൽ എ വരാത്ത ഒരു പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, രണ്ട് പ്രൊഡക്ഷൻസിനകത്ത് എന്താണ് എ ബി ഡി എന്നും എ എന്നും വരുന്നുണ്ട്. ഒരെണ്ണത്തിൽ മാത്രം ഒരു ടെർമിനൽ മാത്രം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എ ടെൻസ് ടു ആ ടെർമിനൽ, അതിനുശേഷം എ ഡാഷ് എന്ന് പറയുന്ന പുതിയൊരു പ്രൊഡക്ഷൻ കൊടുക്കും. അതിനുശേഷം ആ പ്രൊഡക്ഷൻ നമ്മൾ അടുത്ത ലൈനിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എ ഡാഷ് ടെൻസ് ടു ബാക്കിയുള്ള ആ എ ബി ഡിക്കകത്ത് എ മാറ്റിയിട്ട് ബാക്കിയുള്ള ബി ഡി നമ്മൾ എഴുതും. അതിനുശേഷം എന്താണ് നമ്മുടെ ആ പ്രൊഡക്ഷൻ, നമ്മൾ പുതുതായിട്ട് കൊടുത്ത പ്രൊഡക്ഷൻ്റെ ആ ഒരു നോൺ ടെർമിനലിലെ ആ നോൺ ടെർമിനൽ എ ഡാഷ് എഴുതും. അതിനുശേഷം / ഇട്ടിട്ട് രണ്ടാമത്തെ നമ്മുടെ പ്രൊഡക്ഷൻ നോക്കും. എ ടെൻസ് ടു എ എ, അതിനകത്ത് നിന്ന് ആ ക്യാപിറ്റൽ എ മാറ്റിയിട്ട് സ്മോൾ എ എഴുതുക. അതിനുശേഷം ആ എ ഡാഷ് വീണ്ടും അവിടെ കൊടുക്കുക. അതിനുശേഷം /എപ്സിലോൺ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നത്. അടുത്തത് വരുമ്പോഴത്തേക്ക് ഇത് വേറൊരു എക്സാമ്പിളാണ്. ബി ടെൻസ് ടു ബി എ /b. നമ്മൾ നേരത്തെ 2 ക്വസ്റ്റ്യൻസാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പം ആദ്യമേ പറഞ്ഞത്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി പറയാൻ പോകുന്നത്. ബി ടെൻസ് ടു ബി എ /b. അപ്പോൾ ഇതിനകത്ത് ഈ ബി എന്ന് പറയുന്ന നോൺ ടെർമിനൽ തന്നെയാണ് ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബി ടെൻസ് ടു സ്മോൾ ബി ഡാഷ് എന്ന് പറയുന്ന പുതിയൊരു സ്റ്റേറ്റ് കൊടുക്കും. അതിനുശേഷം ആ ഒരു പുതിയ സ്റ്റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ബി ഡാഷ് ടെൻസ് ടു മറ്റേ ബി എക്കകത്തുനിന്ന് ബി റിമൂവ് ചെയ്തിട്ട് എ എഴുതും. പിന്നെ അതിൻ്റെ കൂടെ ബി ഡാഷ് കൊടുക്കുന്നു. അതിനുശേഷം /എപ്സിലോണും കൂടെ കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് GNFൻ്റെ പ്രോബ്ലംസിലോട്ട് കിടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു 4 പ്രൊഡക്ഷൻസ് തന്നിട്ടുണ്ട്. ആ പ്രൊഡക്ഷനെ നമ്മൾ എന്താ ചെയ്യുക, ആ ഗ്രാമറിനെ നമ്മൾ GNFലോട്ട് ആക്കണം. ഇതിനകത്ത് ഫസ്റ്റിലെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ CNFലാണോ എന്ന് നോക്കണം. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 2 നോൺ ടെർമിനൽസും ഒരു സിംഗിൾ ടെർമിനലും വരുന്നുള്ളൂ. എപ്സിലോൺ പ്രൊഡക്ഷനോ യൂണിറ്റ് പ്രൊഡക്ഷനോ യൂസ്ലെസ് പ്രൊഡക്ഷനോ ഒന്നും ഇതിനകത്തില്ല. അപ്പോഴത്തേക്ക് എന്താ പറയാം, ഇത് തന്നിരിക്കുന്നത് CNF ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ എഴുതും ഓൾ ദ ഗിവൻ പ്രൊഡക്ഷൻസ് ആർ ഇൻ CNF. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ആ ഒരു പ്രൊഡക്ഷൻ എടുത്ത് നമ്മൾ എഴുതും S ടെൻസ് ടു CA/PB. എന്നിട്ട് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളതിന് ന്യൂമറിക് വാല്യൂസ് ഇട്ട് കൊടുക്കും. നമ്മൾ ന്യൂമറിക് വാല്യൂസ് അതിന് ഇട്ട് കൊടുക്കും. അപ്പം എസ്സിന് A1 എന്നും സിക്ക് A2 എന്നും എക്ക് A3 എന്നും ബിക്ക് A4 എന്നും പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യും. ഇപ്പം S ടെൻസ് ടു CA/BBനെ നമ്മൾ A1 ടെൻസ് ടു A2 A3 A4 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, അടുത്ത ഇക്വേഷന് A4 ടെൻസ് ടു B/ നോൺ ടെർമിനൽസിന് നമ്മളൊരു ചേഞ്ച് വരത്തില്ല. നോൺ ടെർമിനൽസിന് മാത്രമാണ് A1 A2 അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ഇക്വേഷൻ A4 ടെൻസ് ടു B/ A1 A4 A2 ടെൻസ് ടു B A3 ടെൻസ് ടു A അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻസ് കൊടുക്കും. പിന്നെ നമ്മൾ എയും AJയും കൺസിഡർ ചെയ്യും. ഫസ്റ്റിനകത്ത് ഇക്വേഷൻ എടുക്കും. A1 ടെൻസ് ടു A2 A3. അതിനകത്ത് നമ്മൾ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ A1ഉം A2 എന്ന് വെച്ചാൽ AJയും ആണ്. അപ്പോൾ എന്താണ്, A < AJ ആണ്. അതായത് A1 എന്ന് പറയുന്നത് 2നേക്കാളും ലെസ് ആണ്. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതെന്ന് എഴുതിയേക്കും. എന്നിട്ട് നമ്മളത് അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ.
എന്നിട്ട് അടുത്ത ഇക്വേഷൻ എടുക്കും. A1 ടെൻസ് ടു A4. അപ്പോഴത്തേക്ക് A1 എന്ന് പറയുന്നത് A4നേക്കാളും ചെറുതാണ്. അപ്പോൾ നമ്മൾ അവിടെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കും. പിന്നെ A4 ടെൻസ് ടു B സ്ലാഷ് നമ്മുടെ അടുത്ത ഇക്വേഷനാണ് A4 ടെൻസ് ടു B/A1 A4. അപ്പം A4 എന്ന് പറയുന്നത് AIയും A1 എന്ന് പറയുന്നത് AJയും ആണ്. അപ്പം A4 ഗ്രേറ്റർ ദാൻ AJ ആണ് ഇവിടെ. അപ്പം നമ്മൾ എന്താണ് അവിടെയും സബ്സ്റ്റിറ്റ്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യമേ AI ഗ്രേറ്റർ ദാൻ AJ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ എടുക്കും. അപ്പം A4 ടെൻസ് ടു എന്നിട്ട് അവിടെ നമ്മൾ എന്താ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ആ ഗ്രേറ്റർ ദാൻ വരുന്നിടത്ത് നമ്മൾ എന്താ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. A4 ടെൻസ് ടു B/A1 A4 എന്ന് വരും. എന്നിട്ട് നമ്മൾ A4ന് എന്ത് കൊടുക്കും, എന്നിട്ട് നമ്മളിവിടെ ആ A4 ടെൻസ് ടു B/A1 A4നകത്ത് നമ്മൾ A1 A4 എടുക്കും. അപ്പോൾ A4 ടെൻസ് ടു A1 A4 അതിനകത്ത് നമ്മൾ A1ന് A2 A3 കൊടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കിട്ടും, A2 A3 A4 എന്ന് കിട്ടും. A1ന് A4 A4 കൊടുക്കുന്ന സമയത്ത് നമുക്ക് A4 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 എന്ന് കിട്ടും. പിന്നെ ബാലൻസ് ഉള്ള /Bയും കൂടെ നമ്മൾ ലാസ്റ്റ് എഴുതും. അതിനുശേഷം നമ്മൾ അടുത്ത പ്രൊഡക്ഷൻ നോക്കുമ്പോൾ A4 ടെൻസ് ടു A2 A3 A4. അപ്പോൾ വീണ്ടും AI ഗ്രേറ്റർ ദാൻ AJ ആണ്, 4 ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ A2ൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ A2ൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും, A4 ടെൻസ് ടു BA3 A4 /A4 A4 A4 എന്ന് കിട്ടും. അതിനുശേഷം അടുത്ത പ്രൊഡക്ഷൻ അതിനകത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് A4 = A4 എന്ന് പറയുന്ന പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യും, നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ മാത്രം എടുത്ത് ചേഞ്ച് ചെയ്യും. അതെങ്ങനെയാണ്, AY ടെൻസ് ടു എന്താണ് ബാക്കിയുള്ള പ്രൊഡക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, അതെടുത്ത് എഴുതുക. ഇപ്പം B എടുത്ത് എഴുതിയിട്ട്, B ഒരു പ്രൊഡക്ഷനാണ്, ആ ഒരു B എഴുതിയിട്ട് പുതിയൊരു ടെർമിനൽ, ഞാനിവിടെ Z എന്ന് പറയുന്ന ഒരു നോ ടെർമിനലാണ് കൊടുക്കുന്നത്. അപ്പം Z കൊടുക്കും, Bയുടെ കൂടെ Z കൊടുക്കും. അതിനുശേഷം മറ്റേ രണ്ടാമത് കിടക്കുന്ന BA3 A4 അതിൻ്റെ കൂടെ ഞാൻ ആ പുതിയതായിട്ട് കൊടുക്കുന്ന നോൺ ടെർമിനൽ അതിൻ്റെ ലാസ്റ്റ് കൊടുക്കും. അതിനുശേഷം Z ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. Z ടെൻസ് ടു ആദ്യത്തെ A4 റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ കൊടുക്കും, ബാക്കിയുള്ള 2 A4ഉം അതിൻ്റെ കൂട്ടത്തിൽ ആ A4 കഴിഞ്ഞിട്ട് ഒരു Z ഉണ്ട് കേട്ടോ, A4 Z/ε. അവിടെ A4 Zഉം കൂടി ഉണ്ട് കേട്ടോ, A4 Z/ε അങ്ങനെ വരും. അതിനുശേഷം എപ്സിലോൺ എന്ന് പറയുന്നൊരു പ്രൊഡക്ഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ എപ്സിലോൺ നമുക്ക് റിമൂവ് ചെയ്യണം. എപ്സിലോൺ പ്രൊഡക്ഷൻസ് ഒന്നും പാടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, എപ്സിലോൺ പ്രൊഡക്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇസഡിന് വാല്യൂസ് കൊടുക്കും. അപ്പം നമ്മൾ ആദ്യമേ എഴുതിയ A4 ടെൻസ് ടു എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ഇസഡിന് എപ്സിലോൺ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് B/BA3 A4 എന്ന് വരും. അതിനുശേഷം രണ്ടാമത് കിടക്കുന്ന ആ ഇസഡിൻ്റെ സ്ഥലത്ത് ഇസഡിൻ്റെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് Z ടെൻസ് ടു A4 Z ആണ് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റിലെ നോൺ ടെർമിനൽ വരാൻ പാടില്ല, റൈറ്റ് സൈഡിൽ ടെർമിനലേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ A4ൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് Z ടെൻസ് ടു BA4/BA3 A4 എന്ന് പറഞ്ഞ് കിട്ടും. അതിനുശേഷം അടുത്തതായിട്ട് നമ്മളിപ്പം AI ഗ്രേറ്റർ ദാൻ AJ നമ്മൾ നോക്കി. ഇനി അടുത്തതായിട്ട് AI ലെസ് ദാൻ AJ എന്ന് പറയുന്ന കണ്ടീഷൻ നോക്കും. അപ്പം A1 ടെൻസ് ടു A2 A3യും /A4 A4ഉം ആണ് നമ്മൾ അടുത്ത് എടുക്കുന്നത്. അവിടെ ഈ A2 A3ക്ക് പകരം അവിടെ A2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ B കിട്ടും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ A4 അപ്പം നമ്മൾ അതിനുശേഷം A4ന് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം നമ്മുടെ നമ്മുടെ പ്രൊഡക്ഷൻ ഇതേപോലെ മാറും. A1 ടെൻസ് ടു BA3 അതേപോലെ എഴുതും. A4ന് പകരം BA4/BA3 A4 അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻ മാറും. അടുത്തതായിട്ട് നമ്മളിവിടെ നമ്മുടെ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള എല്ലാ പ്രൊഡക്ഷൻസും കൂടി എടുത്ത് എഴുതിയിരിക്കുവാണ്. A1 ടെൻസ് ടു BA3 ബാക്കി അതിനകത്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നിടത്ത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അറിയാം എല്ലാം GNFനകത്താണ്. ടെർമിനൽ ഫോളോഡ് ബൈ നോൺ ടെർമിനൽ, സ്ട്രിങ് ഓഫ് നോൺ ടെർമിനൽസ് കൊണ്ട് ഫോളോ ചെയ്തിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ പ്രൊഡക്ഷൻസും GNFനകത്താണ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഒരു പ്രൊഡക്ഷനെ GNFലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്.
ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് മാത്രം പറയാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻസ് എല്ലാം CNF ലാത്താണോ നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം തന്നിരിക്കുന്ന പ്രൊഡക്ഷൻസ് ന്യൂമറിക് വാല്യൂസ് അനുസരിച്ച് A1 A2 A3 A4 കൊടുക്കും. അതിനുശേഷം ബാക്കിയുള്ള ഇക്വേഷൻസ് എല്ലാം അതിന് പകരം തന്നിരിക്കുന്ന ആൽഫബറ്റ്സിന് പകരം നമ്മൾ അവിടെ A1 A2 A3 കൊടുക്കും. അതിനുശേഷം നമ്മൾ AIയും AJയും കൂടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തതിന് ശേഷം ഫസ്റ്റിലെ AI ഗ്രേറ്റർ ദാൻ AJ എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. അതിനുശേഷം അങ്ങനെ വരുന്ന സ്റ്റെപ്പിനകത്തെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ വാല്യൂസ് ബാക്കി എല്ലാ എലമെൻസും AI ഗ്രേറ്റർ ദാൻ AJ എന്ന് പറയുന്നത് ഇല്ലാതാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? എപ്സിലോൺ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ എപ്സിലോൺ പ്രൊഡക്ഷൻ നമ്മൾ റിമൂവ് ചെയ്തു. പിന്നെ AI ലെസ് ദാൻ AJ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നിടത്തെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കും. ഇതിൻ്റെ ഇടയ്ക്കാണ് എവിടെയെങ്കിലും AI ഈക്വൽ ടു AJ എന്ന് പറയുന്ന കണ്ടീഷൻ വരുവാണെങ്കിൽ നമ്മൾ അവിടെയും ആ നമ്മുടെ ലെഫ്റ്റ് റിക്കേർഷൻ്റെ 3 സ്റ്റെപ്സ് യൂസ് ചെയ്ത് ആ റിക്കേർഷൻ നമ്മൾ റിമൂവ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഫൈനൽ ആൻസർ നമ്മൾ ഇതേപോലെ എഴുതിയെടുക്കും. ഇങ്ങനെയാണ് നമ്മളൊരു GNFൻ്റെ പ്രോബ്ലം ചെയ്യുന്നതും ലെഫ്റ്റ് റിക്കേർഷൻ വരുന്ന സമയത്ത് അതിനെ റിമൂവ് ചെയ്യുന്നതും.